അവർ പറയുന്നുണ്ട്, അതായത് ഇന്നും കൂടിയും നമുക്കൊരു തുമ്പ് കിട്ടിയില്ലെങ്കിൽ ഇനിയിപ്പം എന്ത് രീതിയിൽ അവനെ കിട്ടുക അറിയില്ല. നമുക്ക് കാണാൻ പറ്റുമെന്നും അറിയില്ല. ഇനിയിപ്പം ഏതവസ്ഥയിൽ അവനെ കിട്ടുമെന്നും അറിയില്ല. ഏതായാലും അവർ ഇത്രയും കാലം അവിടെ നിന്ന് നമ്മൾ സ്ട്രഗിൾ ചെയ്ത്, നിങ്ങളെല്ലാവരും ഞങ്ങളെ കൂടെ നിന്ന് സ്ട്രഗിൾ ചെയ്ത്, അപ്പം നമുക്ക് എന്താണെങ്കിലും ഒരു ചെറിയൊരു തുമ്പ് അവൻ്റെ, ഞാൻ പറയുന്നില്ല, ആ ഒരു ഇത് കിട്ടണം. ഇന്ന് നമുക്ക് അവരല്ലാതെ അവിടെ നിന്ന് തിരിച്ചു വരൂല, അവിടെ നിൽക്കുന്ന ആളുകളല്ലാതെ തിരിച്ചു വരൂല എന്നാണ് പറയുന്നത്. രക്ഷാപ്രവർത്തനത്തിന് ഒരു വേഗതയൊക്കെ ഇപ്പം കൂടിയിട്ടുണ്ടോ? വേഗതയിലൊന്നും അവർക്ക് ഇന്നലെയും കൂടിയും വിശ്വാസമല്ല. എന്തുകൊണ്ടാണ് അവർ ലാഗ് ചെയ്യുന്നത് നമുക്കറിയില്ല. പിന്നെ ഞങ്ങൾ പറഞ്ഞല്ലോ, നമുക്ക് ആരും കുറ്റപ്പെടുത്താനല്ല. കാരണം എല്ലാ സന്നാഹങ്ങളും നമ്മളൊരു ഈ ഒരു ഇടപെടലുകൊണ്ടും നിങ്ങളെല്ലാവരുടെയും ഇതുകൊണ്ടാണ് അവിടെ എത്തിയതും. അപ്പോൾ നമുക്ക് അവരങ്ങനെ കുറ്റം പറയുന്നില്ല, ആരെയും ഒന്നും സ്ട്രെസ് ചെയ്ത് പറയുന്നില്ല. നമുക്ക് എന്തായാലും ഇന്ന് അത്രയും നിങ്ങളെല്ലാവരും ഒരു സപ്പോർട്ട് വേണം. കാരണം അവിടെ തെരച്ചിലൊരു ചെറിയൊരു വിട്ടുവീഴ്ച എന്ന് വന്നാൽ നമുക്ക് എല്ലാ ഇതും നഷ്ടപ്പെടും. 7 ദിവസമായി, ഒരാഴ്ചയായി. അപ്പം വെള്ളത്തിലും കരയിലും ഒരേ മാതിരി തന്നെയുള്ള തിരച്ചിൽ നടത്തണം. എന്താണെങ്കിലും വണ്ടി അവിടെ ഉണ്ട്. ഇപ്പോൾ GPS ലൊക്കേഷനിൽ നിൽക്കണം എന്നില്ലല്ലോ. അത്രയും വലിയ സ്ലൈഡ് വരുമ്പം മുന്നോട്ട് പോകും, നദിയിലേക്ക് പോകും, ഇടത്തോട്ട് പോകും. ബാക്കിയെല്ലാം നമ്മളൊരു ഹോപ്പാണ്. ഇത്രയും കാര്യങ്ങളൊക്കെ കണക്ട് ചെയ്യുമ്പോൾ അവ അവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് എന്നുള്ളൊരു ഭയങ്കര വിശ്വാസമാണ്. വിശ്വാസങ്ങളൊക്കെ നമ്മളെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി മണ്ണിൻ്റെ അടിയിൽ തന്നെ ഉണ്ടാവാനാണ് സാധ്യത. കാരണം അത്രയും നീക്കം ചെയ്തിട്ടില്ല, ഇനി അത്രയും മണ്ണെടുക്കാണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്.